വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ദൈവത്തിന്റെ കിതാബ് അവസാനത്തെ കിതാബിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ യാസീനിൽ പറയുന്ന സൂര്യൻ അതിന്റെ വിശ്രമത്താവളത്തിലേക്ക് മുസ്തഖറിലേക്ക് സഞ്ചരിക്കുന്നു, ചന്ദ്രനും അതിന് ഘട്ടങ്ങൾ നിർണയിച്ചു, ഉണങ്ങിയ ഈന്തക്കൊലത്തണ്ട് പോലെ മടങ്ങി വരും വരെ. സൂര്യന് ചന്ദ്രനെ എത്തിപ്പിടിക്കാവുന്നതല്ല, രാത്രി പകലിനെ കവച്ചു കടക്കുന്നതുമല്ല. ഇവിടെ വളരെ കൃത്യമാണ്. സൂര്യൻ അതിന്റെ വിശ്രമസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ രാത്രി നേരം വെളുക്കോളം എവിടെയോ പോയി വിശ്രമിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും ഒരേ റൂട്ടിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്, ഒരേ റോട്ടിൽ കൂടെയാണ്. എന്നിട്ടും അത് ഓവർടേക്ക് ചെയ്യോ കൂട്ടിമുട്ടുകയോ ചെയ്യാതെ ഒരേ റോട്ടിൽ കൂടെ ഇത് രണ്ടും ഓടിച്ചു കൊണ്ടുപോകുന്നതിലാണ് അള്ളാന്റെ കഴിവ് എന്നാണ് പറയുന്നത്. പിന്നെ ചന്ദ്രന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയമാണ്. ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ തേങ്ങാപ്പൂള് കാല കാണും. കേരളത്തിലായതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പൂള് എന്ന് പറയും. അറേബ്യയിലായതുകൊണ്ടാണ് ഈത്തപ്പനക്കൊലേന്റെ തണ്ടുണങ്ങിയ മാതിരിയായത്. മനസ്സിലായോ? അറബികൾക്ക് തേങ്ങാപ്പൂള് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഓർക്ക് ഈത്തപ്പനേന്റെ കൊലേന്റെ തണ്ട് വളഞ്ഞ് ഉണങ്ങിയ മാതിരി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് ഘട്ടങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് വ്യാഖ്യാന ഫാക്ടറിക്കാർ പറയുന്നത് സൂര്യനൊക്കെ സഞ്ചരിക്കുന്നത് ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. എന്നിട്ട് എന്താ പറയണത്? ഗാലക്സികളിൽ സൗരയൂഥം ചുറ്റുന്നുണ്ട്, സൂര്യൻ കറങ്ങുന്നുണ്ട്, ഗാലക്സിയിൽ ചുറ്റുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സഞ്ചാരങ്ങളിൽ സൂര്യൻ പങ്കുചേരുന്നതായിട്ട് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതല്ലേ പറഞ്ഞത് എന്നാണ്. പക്ഷെ ഖുർആനിൽ പറഞ്ഞത് അതല്ല എന്ന് അള്ളാന്റെ റസൂല് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനിൽ ഒരു ആയത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പോയാൽ ഓന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചാൽ മതി എന്ന് അള്ളാന്റെ റസൂൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ വ്യാഖ്യാനം കൊണ്ട് വന്നിട്ട് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ ശാസ്ത്രം പറയുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ ഓൻ നരകത്തിലാണെന്നുള്ള കാര്യത്തിൽ അള്ളാഹു റസൂലിന് യാതൊരു തർക്കവുമില്ല. അതാണ് അതിന്റെ സ്ഥിതി. എന്താണ് നബി പറഞ്ഞത്? നബി ഒരിക്കൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ അബൂദറിനോട് അങ്ങോട്ട് ചോദിച്ചു, ഇങ്ങോട്ട് ആരോ സംശയം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോ പറഞ്ഞതല്ല, പറയാൻ മുട്ടിയപ്പോ അങ്ങോട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? സൂര്യൻ എങ്ങട്ടാ പോണത് നിങ്ങൾക്കറിയോ? അപ്പൊ അള്ളാഹുവിനും അവന്റെ ദൂതനും മാത്രമേ അതിനെക്കുറിച്ച് അറിവുള്ളൂ എന്ന് അബൂദർ മറുപടി പറഞ്ഞു. തുടർന്ന് നബി വരുളി ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് ചെന്ന് സുജൂദ് ചെയ്യാൻ പോയിരിക്കുകയാണ്. സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമതും ഉദയം ചെയ്യാൻ അത് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും. അപ്പോൾ അതിന് അനുവാദം ലഭിക്കും. അടുത്തു തന്നെ വീണ്ടും സുജൂദ് ചെയ്യാൻ അവസരം വരും. അപ്പോൾ സുജൂദ് സ്വീകരിക്കപ്പെടുകയില്ല. പിന്നെയും ഉദിക്കാൻ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. അപ്പോൾ അതിന് സമ്മതം ലഭിക്കുകയില്ല. നീ വന്നയിടത്തേക്ക് തന്നെ മടങ്ങിക്കൊള്ളുക എന്ന് അതിന് കൽപ്പന ലഭിക്കും. അനന്തരം സാധാരണ അസ്തമിക്കാറുള്ള സ്ഥലത്ത് നിന്ന് അത് ഉദയം ചെയ്യും. സൂര്യൻ അതിന്റെ വിശ്രമത്താവളത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്ന ഖുർആൻ വാക്യത്തിന്റെ പൊരുൾ അതാണ് എന്ന് സഹീഹുൽ ബുഖാരിയിലെ ഏറ്റവും സഹിയായ ഹദീസിൽ പറയുന്നു. ഇത് നബി പറയാൻ മുട്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, അങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞതല്ല. നബിയും കൂട്ടരുമൊക്കെ അല്ലെങ്കിൽ അറബികള് ആ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തിരുന്ന അധികം രാത്രിയിലാണ്. പകല് ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രിയാണ് യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ അവർ ആകാശത്ത് പല കാഴ്ചകളും കാണുമ്പോൾ അങ്ങനെ കാണുന്ന കാഴ്ചയാണത്. ഇടക്കിടക്ക് നക്ഷത്രങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് എറിയുന്നുണ്ട് എവിടൊക്കെ. ഇന്നിപ്പോ നമ്മൾ വൈകുന്നേരം ആയാൽ രാത്രി 7 മണി 8 മണി ആയാൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ മെല്ലെ പോകുന്നത് കാണാം. കുറെ നക്ഷത്രങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എറിയുന്നതും കാണാം. ഇത് രണ്ട് കാഴ്ചയും കാണാം. പക്ഷെ നബീന്റെ കാലത്ത് ആ മെല്ലെ പോകുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം മെല്ലെ പോകുന്ന സാധനം അടുത്ത കാലത്ത് ഉണ്ടായതാണ്. നമ്മൾ വിട്ടയച്ച സാറ്റലൈറ്റുകൾ ആ സമയത്ത് അവിടെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. ആ സാറ്റലൈറ്റ് പോകുന്ന സ്ഥലത്ത് സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് വെയിൽ തട്ടി തിളങ്ങുന്നത് നമ്മൾ രാത്രി ഒരു 8 മണി സമയത്ത് നോക്കിയാൽ ആകാശത്ത് ഒരുപാട് സാറ്റലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാം. പക്ഷേ ഒരു കുട്ടി നോക്കിയാൽ അത് നക്ഷത്രം നീങ്ങി പോകുന്നതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ കൊള്ളിമീനുകളായി തെറിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും രാത്രിയിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കൂട്ടത്തോടെ തെറിച്ചു പോകുന്നത് കാണാം, ചിലപ്പോൾ ഓരോന്നായിട്ട് വീഴുന്നത് കാണാം. ഇതിനെ നമ്മൾ ഉൽക്കകൾ എന്നാണ് പറയുക. ഈ ഉൽക്കകൾ എന്താണ് എന്ന് ഇന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ നമുക്കറിയാം. അത് ഒന്നുമല്ല, വെറും കല്ലിന്റെ കഷ്ണങ്ങൾ മാത്രമാണ്. അത് ഭൂമിയെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സൗരയൂഥത്തില് ലക്ഷ്യമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കല്ലിന്റെ കഷ്ണങ്ങൾ
ആ കല്ലിന്റെ കഷ്ണങ്ങൾ ഭൂമിയുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷ വായുവുമായി ഘർഷണം മൂലം കത്തിപ്പോകുന്നതാണ് ഉൽക്ക എന്ന് പറയുന്നത്. വലിയ കല്ലാണെങ്കിൽ ചിലപ്പോൾ മുഴുവൻ കത്തിത്തീരാതെ ചെറിയ കഷ്ണം ഭൂമിയിൽ വന്ന് വീഴന്നിരിക്കും. ചെറിയ കല്ലാണെങ്കിൽ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ അത് കത്തിച്ചാമ്പലായി പോവുകയും ചെയ്യും. അങ്ങനെ അന്തരീക്ഷ വായുവിൽ കൂടെ ഭൂമിയിലേക്ക് വീഴുന്ന കല്ലിന്റെ കഷ്ണങ്ങൾ മാത്രമാണ് ഉൽക്കകൾ എന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷെ ഈ അറിവ് അള്ളാന്റെ കാലത്തോ റസൂലിന്റെ കാലത്തോ പണ്ട് കാലത്തോ ഉള്ള മനുഷ്യർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഒരറിവില്ല എങ്കിലും ഒരു കാഴ്ച കണ്ടാൽ ആ കാഴ്ചക്ക് ഒരു വിശദീകരണം കൊടുക്കുക എന്നുള്ളത് പണ്ടുള്ള മനുഷ്യന്റെയും സ്വഭാവമാണ്. ആ വിശദീകരണങ്ങൾ പലപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചില വിശ്വാസങ്ങളുടെ, അവരുടെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ചില യക്ഷിക്കഥകളുമായൊക്കെ ബന്ധപ്പെടുത്തി ആണ് ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകിയിരുന്നത്. അത്തരത്തിൽ ഖുർആനിൽ ഉൽക്കകൾക്ക് നൽകുന്ന ഒരു വിശദീകരണമാണത്. എന്താണ്? 7 ആകാശങ്ങളിൽ ഏറ്റവും താഴത്തെ ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അത് പിശാചുക്കളെ എറിയുന്നതിനുള്ള അസ്ത്രങ്ങളാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ചിത്രത്തിലെ 1ാമത്തെ ആകാശത്തിൽ മാത്രമാണ് നക്ഷത്രങ്ങൾ പറ്റിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ആകാശത്തിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് മാത്രമല്ല, അതിൽ നിന്ന് ഇടയ്ക്ക് ഓരോ നക്ഷത്രങ്ങൾ എടുത്തിട്ട് അത് പിശാചിനെ എറിയാനും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് പിശാചിനെ എറിയുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കിതാബില്, ഖുറാനിലും ഹദീസിലും വിശദീകരിച്ചിട്ടുണ്ട്. ഖുറാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഇങ്ങനെ: ധിക്കാരികളായ എല്ലാ പിശാചുക്കളിൽ നിന്നും ആകാശത്തെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു. ഉന്നത സദസ്സിൽ നിന്ന് ആ പിശാചുക്കൾക്ക് കട്ടുകേൾക്കാൻ സാധിക്കുകയില്ല. നാനാഭാഗത്തു നിന്നും അവർ എറിഞ്ഞ് ആട്ടി ഓടിക്കപ്പെടും. അവർക്കാണ് ശാശ്വതമായ ശിക്ഷയുള്ളത്. എന്നാൽ റാഞ്ചിക്കൊണ്ടുപോകുന്ന ചിലരൊഴികെ തുളച്ചു ചെല്ലുന്ന അഗ്നി അവനെ പിന്തുടരും. ഇത് ഖുർആനിൽ പറയുന്നതാണ്. ഇതിന് നബി നൽകുന്ന വിശദീകരണമുണ്ട് ബുഖാരിയുടെയും മുസ്ലിമിന്റെയൊക്കെ ഹദീസിൽ. എന്താ വിശദീകരണം? എന്തിനാണ് പിശാചുക്കളെ അള്ളാഹു എറിയുന്നത്? നക്ഷത്രമെടുത്തിട്ട് അള്ളാഹുവും മലക്കുകളും അവിടെ ആകാശത്ത് പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കൂടി താഴെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാം എന്ന് വിചാരിച്ച് പിശാചുക്കൾ ആകാശത്തിന്റെ ചോട്ടിൽ പോയി കാതോർത്തിരിക്കും. എന്തിനാണ് ചോർത്തുന്നത്? നമ്മളെ പരപ്പനങ്ങാടി പണിക്കർക്കും ആറ്റുകാൽ രാധാകൃഷ്ണനൊക്കെ കൊണ്ടുകൊടുക്കാനാണ്. അതെ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ജ്യോത്സ്യന്മാർക്ക്, അതുപോലെ ഈ പ്രശ്നം വെച്ച് ഭാവി പ്രവചിക്കുന്ന ജ്യോത്സ്യന്മാർക്കും മറ്റും വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പിശാചുക്കൾ അള്ളാഹുവിന്റെ ഉന്നത സദസ്സിൽ നിന്ന് കട്ട് കേൾക്കാൻ വേണ്ടി പോയിരിക്കുമെന്നും, അങ്ങനെ കട്ട് കേൾക്കാൻ വന്നിരിക്കുന്ന പിശാചുക്കളെ അള്ളാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നക്ഷത്രങ്ങൾ പെറുക്കി അള്ളാഹു അവയെ എറിയുമെന്നും, അങ്ങനെ ഏറുകൊണ്ട് അവർ ചത്തുപോകുമെന്നും, കിട്ടിയ രഹസ്യങ്ങളും കൊണ്ട് റാഞ്ചിക്കൊണ്ട് ചിലർ രക്ഷപ്പെട്ടു പോകുന്നും, അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന പിശാചുക്കൾ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ അടുത്തെത്തും എന്നുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കൈ നോക്കാനും പ്രശ്നം വെക്കാനും ജ്യോത്സ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരു പറയുമ്പോൾ നേരെയാവുന്നത്. നിങ്ങൾ എത്രാം തീയതി മരിക്കുമെന്ന് ചിലപ്പോൾ പറഞ്ഞാൽ നേരെയാവുന്നത് ഇവര് മരിക്കുന്ന കാര്യം അവിടെ അള്ളയും മലക്കുകളും ചർച്ച ചെയ്യുമ്പോൾ കേട്ടിട്ട് അത് കൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ടാവും പിശാച്. മരുഭൂമിയിലൂടെ മനുഷ്യരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ ചില അപക്കാഴ്ചകൾ കണ്ടിരുന്നു. ദൂരേക്ക് നോക്കിയാൽ അവിടെ വെള്ളം നിൽക്കുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ മരങ്ങളൊക്കെ തലകുത്തനെ നിൽക്കുന്നതായിട്ട് തോന്നും. പിന്നെ അടുത്ത് ചെല്ലുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ഒക്കെ നേരെ നിൽക്കുന്നതായിട്ട്. ഇത് മരുഭൂമിയിൽ മാത്രമല്ല, വേനൽക്കാലം